നമസ്കാരം. ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സാബു സർഗം. നമുക്ക് വളരെ സന്തോഷകരമായ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഒരു വെടിക്ക് രണ്ട് പക്ഷി. മലയാളികളുടെ പ്രിയങ്കരനായ അല്ലെങ്കിൽ സിനിമ ലോകത്തെ മുടിചൂടാ മന്നനായ മോഹൻലാലിൻ്റെ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ. ചിത്ത എന്ന ചിത്രത്തിന് ശേഷം അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ചിയാൻ വിക്രം നായകനാകുന്ന നമ്മുടെ പ്രിയങ്കരനായ സുരാജ് അഭിനയിക്കുന്ന ധീരവീര ശൂരൻ. ഇങ്ങനെ രണ്ട് സിനിമകളാണ് മലയാളി പ്രേക്ഷകരെ കിടിലം കൊള്ളിക്കാനായി കേരളത്തിലേക്ക് 27-ാം തീയതി എത്തുന്നത്. ഇനി നമുക്കറിയാനുള്ളത് വീരധീര ശൂരൻ എമ്പുരാൻ എന്ന ചിത്രത്തിന് ഒരു വെല്ലുവിളിയാകുമോ, അതോ എമ്പുരാൻ എന്ന ചിത്രം വീരധീര ശൂരന് ഒരു വെല്ലുവിളിയാകുമോ? മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് വിക്രം, അതുപോലെ നമ്മുടെ മാനസപുത്രൻ സുരാജ്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുമ്പോൾ അതിനകത്ത് മറ്റൊരു പ്രധാന കഥാപാത്രമായി വരുന്നത് എസ്.ജെ. സൂര്യ എന്ന നടനും സംവിധായകനുമായ നടനാണ്. നമുക്കറിയാം, എസ്.ജെ. സൂര്യയുടെ നിരവധി ചിത്രങ്ങൾ മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകെ മൊത്തം മലയാളിക്ക് ഒരു കൺഫ്യൂഷനാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട. എമ്പുരാൻ എന്ന ചിത്രവും വീരധീര ശൂരനും നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. ഇന്ന് ഞാൻ പറയുന്നത് വീരധീര ശൂരൻ എന്ന അരുൺകുമാർ ചിത്രമാണ്. ചിത്ത എന്ന ചിത്രത്തിന് ശേഷമാണ് അരുൺകുമാർ ഒരു പുതിയ ചിത്രവുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ സിനിമയുടെ ഹീറോ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു നടനാണ് ചിയാൻ വിക്രം. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഇത് രണ്ട് ഭാഗങ്ങളുള്ള സിനിമയാണ്. ഈ സിനിമയുടെ രണ്ട് ഭാഗങ്ങൾ, അതിൽ ആദ്യമായി നമുക്ക് മുന്നിലെത്തുന്നത് സെക്കൻഡ് പാർട്ടാണ്. സാധാരണ നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ആട് 1, ആട് 2 ഒക്കെ. അതുപോലെ ഒരുപാട് സിനിമകൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അത് ആദ്യത്തെ പാർട്ടിൻ്റെ തുടർച്ച എന്നോണമാണ് രണ്ടാമത്തെ പാർട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. എന്നാൽ ഇവിടെ രണ്ടാം ഭാഗം ആദ്യം കാണിച്ചതിന് ശേഷമാണ് ഒന്നാം ഭാഗം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നാണ് അണിയർ പ്രവർത്തകർ പറയുന്നത്. സിനിമയെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിക്രം പറയുന്നത് നമുക്ക് കേൾക്കാം. നമസ്കാരം. എത്ര ക്യാമറാസ് വിചാരിച്ചിട്ടില്ല, കുറച്ച് ടെൻഷനായി വന്ന്. വളരെ സന്തോഷം. എപ്പോഴും പോലെ ഈ പടം ചിത്ത എല്ലാം പറഞ്ഞു, റോ റസ്റ്റിക് ഫിലിം. പക്ഷേ അവര് രണ്ട് ടൈപ്സ് ഓഫ് മൂവീസ് ചെയ്യും, രണ്ട് രീതിയിൽ. ഒരു സേതുപതി പോലെ ഒരു ഭയങ്കര കമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യും. പിന്നെ ചിത്ത പോലെ, ചിത്ത നിങ്ങളെല്ലാം കണ്ടിരിക്കും, ഒരു വെരി സീരിയസ്, വെരി ഡീപ്, വെരി മൂവിങ്, ഹാർട്ട് ഫെൽ, സെൻസിറ്റീവ് ടോപ്പിക് ഉള്ള ഒരു ചിത്രം ചെയ്യാൻ പറ്റും. ഹീസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡയറക്ടർ. സോ അവര് ഈ പടത്തിൽ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു റോ റസ്റ്റിക് ഫീൽ, അതിലെ വളരെ മാസായിട്ട് ഒരു വി ഹവ് ട്രൈഡ് ചെറുതായിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു ഗ്രാമർ ഇതൊന്നും ഇല്ലാത്ത ഓപ്പണിങ്ങും ഒരു ഹീറോ ഇൻട്രഡക്ഷൻ, സോങ്സ്, ഫസ്റ്റ് സോങ്, പിന്നെ സീന്, പിന്നെ ഫൈറ്റ് സീക്വൻസ്, പിന്നെ ഇന്റർവൽ ബ്ലോക്ക്, പിന്നെ ഫ്ലാഷ് ബാക്ക്, പിന്നെ ക്ലൈമാക്സ്, അങ്ങനെയല്ല. ഇതൊരു മാറ്റി വേറെ ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി ആൻ അമേസിംഗ് എക്സ്പീരിയൻസ് അത് ഞങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ. സോ എനിവൺ തിയേറ്ററിൽ വരുമ്പോൾ expect something a little different. Definitely, I'm sure it impressed all of us when you're working. And ഈ പടത്തിൽ നോർമലായിട്ട് എല്ലാവരും, ഐ മീൻ പെർഫോമേഴ്സ് അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് കീപ്പ് ടീം ടുഗദർ. എല്ലാവരും ഈ പടത്തിൽ എല്ലാം ചെറിയ, എന്നോട് മോണിലിருந்து എല്ലാം എസ്.ജെ. സൂര്യ സാർ വரைக்கும் എല്ലാവരും ഗ്രേറ്റ് പെർഫോമേഴ്സ്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അവരോട് അഭിനയിക്കുമ്പോൾ. ബട്ട് ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമയിലെ എന്തിനാ പെർഫോമൻസിന് ചോദിച്ചാൽ, ഇത് ഒവ്വൊരു സീനിലും വളരെ മൈന്യൂട്ട് സട്ടിലായിട്ട് ചില വിഷയങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഡയറക്ടർ. അത് പടം കാണുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഞാൻ ചെന്നൈയിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരു മലയാളം പടം കാണുമ്പോൾ ഒരു
ഒരു ബ്രീതിങ് സ്പേസ് ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ഇപ്പൊ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ചിന്ന ബ്രീതിങ് സ്പേസ് ഉണ്ടാകും. ഒരു ഡയലോഗും മറ്റു ഡയലോഗും അടുത്ത് നോർമലായിട്ട് അത് തമിഴിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇതില് കുറേ ബ്രീതിങ് സ്പേസ് തന്നിട്ട് എക്സ്പ്രഷൻസ്ക്ക് വേണ്ടിയും ഇമോഷൻക്ക് വേണ്ടിയും ഫൈറ്റ്സ് സോങ് സീൻസ് എല്ലാത്തിലും ഇന്റർവ്യൂ ക്ലൈമാക്സ് എല്ലാത്തിലും ഒരു ഇമോഷൻ കോണ്ടന്റ് ഉണ്ട് ഈ പടത്തിൽ. And I had the pleasure of working with SJ. I'm a huge fan. അവർ സംവിധായകനായിട്ട് ഉണ്ടാവുമ്പോൾ എനിക്ക് ഖുഷി വാലി എല്ലാം ഞാൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു ഡയറക്ടർ അഭിനയിച്ച് നല്ല നടനായി മാറി. പിന്നെ ഇതാണ് ആദ്യത്തെ പ്രാവശ്യം അവരോട് ഞാൻ അഭിനയിക്കുന്നത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് തുഷാര എന്റെ പേര് ഇതില് ഇങ്ങനെ ഒരു ആക്ഷൻ ഓറിയന്റഡ് ഒരു വയലന്റ് അങ്ങനെ ഒരു ഫിലിമില് ഒരു പെണ്ണിക്ക് സ്ഥലമുണ്ടോന്ന് വിചാരിച്ചാൽ നിങ്ങൾ പടം കാണുമ്പോൾ കുറച്ച് ഷോക്ക് മൈലി സർപ്രൈസ് ആൻഡ് ഷോക്ക് കിട്ടും. ബിക്കോസ് ഇതില് അവർക്ക് ഒരു വലിയ വളരെ ചിത്ത എപ്പോഴും അവരുടെ ഫിലിംസിലെ ലേഡീസ് വിമൻ ക്യാരക്ടർക്ക് ഒരു വളരെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവും, ഒരു ഡെപ്ത് ഉണ്ടാവും. സോ ഇതില് എല്ലാം ഇത് ഞാൻ പറഞ്ഞു, ഇത് ഒരു ചെറിയ ഫോട്ടോ ഡയലോഗ് വേണ്ടാം, വേറെ ഏത് വേണം, മ്യൂസിക് വേണ്ട, ഒന്നും വേണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രേമം, ഒരു സ്നേഹം, മോർ കെയറിംഗ് ദാൻ എനിത്തിങ്. അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അവർ വളരെ നന്നായിട്ട് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്. താങ്ക് യു അരുൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് അസ് ടു യുവർ പെയിന്റിംഗ്. വളരെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു. ഇതില് സുരാജ്, ഐ നോ നിങ്ങൾ എല്ലാവർക്കും സുരാജിന് പറയുമ്പോൾ യു ഓൾ നോ ഹിം. അവര് മൾട്ടി ടാലന്റഡ്, മൾട്ടി ഫാസറ്റഡ്. ഞങ്ങളൊരു തമിഴിൽ ഒരു ഇന്റർവ്യൂ ചെയ്തു. ആദ്യം സുരാജ് പറയുമ്പോൾ ആദ്യം അവര് ഡീറ്റെയിൽ ആയിട്ട് പറയും. ആദ്യം സ്റ്റോറി കേൾക്കുമ്പോ ഒരു വാക്ക് മനസ്സിലാത്ത ഓക്കേന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ അവര് ഷൂട്ടിങ്ങിലാണ് കുറച്ച് മെല്ലെ മനസ്സിലായി. സോ അങ്ങനെ കൊണ്ടാണ് ആള് ഇന്റർവ്യൂ ചെയ്യുമ്പോ ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് തമിഴില് ഫുൾ ഡയലോഗ്സും ഫുൾ കോമഡി ചെയ്തിട്ട് എല്ലാരും ഞങ്ങളെല്ലാം ഓഡിയൻസാ മാറി. അങ്ങനെ ജസ്റ്റ് ഫോർ എൻ ഇന്റർവ്യൂ. അതുപോലെ മിമിക്രി, പിന്നെ ഇപ്പൊ ഓഡിയോ ലോഞ്ചില് ബീറ്റ് ബോക്സിംഗ് ചെയ്തു. ഐ വാസ് ലൈക്ക് സ്റ്റണ്ട്. ഇപ്പൊ എനിക്ക് പേടി, നിങ്ങള് നെക്സ്റ്റ് ഡാൻസ് പിന്നെ ആക്രോബാറ്റിക്സ് വരെ എന്ത് ചെയ്യും. മിമിക്രി എല്ലാവർക്കും അറിയും അവരെങ്ങനെ ചെയ്യുന്നു. ആൻഡ് ഒരു മുതൽ എനിക്കറിയാം, ബിക്കോസ് ഞാൻ മലയാളത്തിൽ സിനിമക്ക് വരുമ്പോ എനിക്ക് ഒരു വാക്ക് എനിക്ക് വിവാഹം കഴിയുമ്പോ ആദ്യത്തെ വാക്ക് മതി. ബിക്കോസ് എല്ലാവരും ഭക്ഷണം ഇടുമ്പോ അത്രയും അപ്പൊ മതി അത് മാത്രം ഞാൻ അപ്പോ പഠിച്ചു. അതിന് മുന്നേ എനിക്ക് ഒന്നും അറിയത്തില്ല. സോ അപ്പൊ എനിക്ക് ഒരു ഡയലോഗ്, ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരു ലാംഗ്വേജിൽ വന്നൊരു ഡയലോഗ് പറയുമ്പോ എത്ര ഒരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ഇതുണ്ട്. അവര് ആദ്യത്തെ സീൻ ഒരു 16 minutes ഷോർട്ട് ആണ്, ഫുൾ ഡയലോഗ്സ് അയാളാണ്. ബട്ട് ഹി ഡിഡ് ഇറ്റ് സോ വെൽ. അത്ര കോൺഫിഡന്റ് ആയിട്ട് ഒരു വളരെ ഭയങ്കര ഡെപ്ത് കൊണ്ടുവന്നു ഈ ക്യാരക്ടറിൽ. ഇറ്റ്സ് നോട്ട് ഒരു നോർമൽ ആയിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ അങ്ങനെയില്ല. ഇയാൾക്കും ഞങ്ങൾ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് എനിക്കറിയില്ല. ഐ തിങ്ക് വി ഓൾ ഗ്രേ. ഇവർ മാത്രം ഫാമിലി, ലവ്, ഹസ്ബൻഡ്, അത് ഭർത്താവ്, അതൊക്കെ മാത്രം ഇവർ മാത്രം ടോട്ടലി പ്യുവർ. ഞങ്ങളെല്ലാരും വി മേ ബി ഗ്രേ, പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എനിക്കൊരു ആവശ്യമുണ്ട്, ഇവർക്കൊരു ആവശ്യമുണ്ട്, അവർക്കൊരു ആവശ്യമുണ്ട്. സോ അതാണ് സ്റ്റോറി. അതിലെ ഗ്രേ ഷെയ്ഡ്സും കാണിച്ചിട്ട് പിന്നെ അതിലെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ അതിലെ ദേഷ്യം എല്ലാം സുരാജ്, ഞാൻ അവരോട് എല്ലാ പടം ഞാൻ ഫസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട് അപ്പോഴും തന്നെ ഐ വാച്ച്ഡ് എവറി ഫിലിം ഓഫ് ഹിസ്. വെരി സൂപ്പർ ടാലന്റഡ് ആക്ടർ. താങ്ക് യു സുരാജ് ഫോർ ബീങ് ഇൻ അവർ ഫിലിം. സച്ച് ആൻ ഓണർ. നന്നായിട്ട് ചെയ്തു. ഐ ഡിഡ്ന്റ് തിങ്ക്, ഞാൻ ഫസ്റ്റ് വിചാരിച്ചു, ബിക്കോസ് ഐ സീൻ സം റിയലി ഗുഡ് ആക്ടേഴ്സ് ഹിന്ദിയിൽ നിന്ന് വന്നിട്ട്, പക്ഷെ ഡയലോഗ്സ് കിട്ടുമ്പോ ഡയലോഗ്സ് പറഞ്ഞാൽ മതി. അത് ചുമ്മാ ലൈക് they just learn it, പഠിച്ചിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. സുരാജ് അങ്ങനെയാ, പഠിച്ച് ആയി. AIOU അതെല്ലാം പറയും, പക്ഷെ നന്നായിട്ട് പറയും. സോ സുരാജ് വാസ് somebody who really tried and ഹ്യൂജ് പ്ലസ് പോയിന്റ്. പിന്നെ ഇവർ മാത്രമല്ല, മാലാ പാർവതി ഉണ്ട് ഈ പടത്തിൽ. അവരും ഒരു വളരെ ഇമ്പോർട്ടന്റ് റോൾ ചെയ്തു. വളരെ നന്നായിട്ട് ക്യാരക്ടർ വന്നു. അതുപോലെ പൃഥ്വി ഉണ്ട്, ലൈക് കുറെ ആൾക്കാരുണ്ട് ഇതില്. ബട്ട് ഓൾ ഓഫ് ദം ആർ പെർഫോമേഴ്സ്. So this is all I want to say. But എനിക്ക് റീസെന്റ് ആയിട്ട് ഞാൻ കുറെ എപ്പോഴും ഞാൻ കാണുമ്പോൾ ഇപ്പൊ OTT വന്ന ശേഷം എല്ലാ മലയാള പടങ്ങളും കാണും. അതിൽ റീസെന്റ് ആയിട്ട് രേഖാചിത്രം, പിന്നെ പൊന്മാൻ, പിന്നെ മാർക്കോ,
ലൈക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഇന്ത്യ സിനിമയിലെ ഇല്ല. കില്ല കുറച്ച് വരും, ബട്ട് ഉണ്ണി കലക്കി. ഞാൻ മല്ലികാപുരം കണ്ടിട്ട് അത്ര ശാന്തമായിട്ട് അത്ര സ്വീറ്റ് ആയിട്ട് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്ര ബ്രൂട്ടൽ ആയിട്ട് ഒരു ബീസ്റ്റ് ആയിട്ട് ചെയ്തു. ഐ റിയലി ലവ് ദാറ്റ് ഫിലിം. സോ അതുപോലെ ആവേശം, പിന്നെ every movie that has come out now recently, എല്ലാം മലയാള സിനിമ is beautiful, it's grown so well. നിങ്ങളുടെ കോണ്ടന്റ് ബേസ്ഡ് സിനിമ is fantastic. അങ്ങനെ ഉണ്ടാകുമ്പോ നമ്മൾ OTT ഇത് പാൻ ഇന്ത്യ സിനിമ കാണുമ്പോ നോക്കുമ്പോ ഒരു പാൻ ഇന്ത്യയിലെ വന്നു, ബട്ട് ഒരു OTT പ്രോഡക്റ്റാ വന്നു അല്ലേ. പക്ഷെ ഒരു KGF, ഒരു ചെറിയ ഇൻഡസ്ട്രിയിல ഇருந்து KGF വന്നു, പിന്നെ കാന്താര വന്നു, ബാഹുബലി വന്നു തെലുഗുல, ബാഹുബലി RRR മറ്റെല്ലാം വന്നു. തമിഴില് we have still working on it. മലയാള സിനിമയിലെ ചെറിയ പടങ്ങൾ ചെയ്തിട്ട് നല്ല കോണ്ടന്റ് ബേസ് ഉള്ള പടം ചെയ്യുമ്പോൾ ഇപ്പോ എംപുരാൻ is coming, which is a pan India film, I'm sure. അത് വന്ന് ഒരു I want it to be a big film because ഞാനും I know every Malayali wants that film to be a huge film. And അതിലെ ലാലേട്ടൻ, I'm a huge fan of അത് മാത്രം കാര്യമില്ല. Prithvi is also a very good friend. എനിക്ക് എപ്പോഴും ഒരു നടൻ ലൈക്ക് നോട്ട് ലൈക്ക് ഡയറക്ടർ വന്നിട്ട് നടനാവുമ്പോ വേറെ ഒരു അത് കുറച്ച് ടെൻഷൻ, ബട്ട് ഒരു നടനായിട്ട് ഇരുന്ന് ധനുഷ് ചെയ്തു, ഇപ്പൊ പൃഥ്വി ലൂസിഫർ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ട് I was pretty shocked. So അതും എംപുരാനിലെ വന്ന് I see the trailer, it's fantastic, promises to be a great film. I hope it's the first pan India huge film that creates records for Malayalam cinema and really puts it out there. So ആ പടത്തോടെ ഞങ്ങൾ പടവും വരുന്നു. It's a nice feel good emotional different type of a film. രണ്ട് പടവും ഒറ്റ ദിവസത്തിൽ വരുന്നു. So I'm just hoping that Malayalis have always liked content based films. So രണ്ട് പടങ്ങളും will be received very well. And I'd like to thank you all in advance. നിങ്ങളുടെ wishes, നിങ്ങളുടെ blessings, and I love you all. Thank you for എപ്പോഴും സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്. എപ്പോഴും ഇറ്റ്സ് വെരി ക്ലോസ് ടു മീ. അത് ഒരു മനോഹരமான ഒരു വിഷയം കറക്റ്റ് എനിക്ക്. ആൻഡ് ഐ ലവ് യു ഓൾ. താങ്ക് യു വെരി മച്ച്. സോ ആ പടത്തോടെ ഞങ്ങൾ പടവും വരുന്നു. ഇറ്റ്സ് എ നൈസ് ഫീൽ ഗുഡ് ഇമോഷണൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എ ഫിലിം. രണ്ട് പടങ്ങളും ഒറ്റ ദിവസത്തിൽ വരുന്നു. So I'm just hoping that Malayalis have always liked content-based films. So rendu padangalum will be received very well. And I'd like to thank you all in advance. Ningala wishes, ningala blessings, and I love you all. Thank you for eppudum cinema ku vendi enakku vendi ningal support cheyidhu. Eppudum it's very close to me. Adu oru manoharamana oru vishayam correct. Enakku and I love you all. Thank you very much. വീര ധീര ശൂരൻ തേനി ഈശ്വർ എന്ന് പറയുന്ന വളരെ മനോഹരമായ സിനിമകൾ സമ്മാനിച്ച ഒരു ക്യാമറമാനാണ് ഈ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിഷ്വലിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകളും കഥയ്ക്കനുസരിച്ചുള്ള വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നൽകുന്നുണ്ട്. പല സിനിമകളും തിയേറ്ററുകളിൽ അത്ര കളക്ഷൻ നേടാത്ത സിനിമകൾ പോലും ടെക്നിക്കലി ഒരു ഹൈ പെർഫോമൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സിനിമാ ലോകം എത്തിച്ചേർന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ആയിരുന്നാലും ക്യാമറ ആയിരുന്നാലും കളർ കറക്ഷൻ ആയിരുന്നാലും എന്ത് തന്നെ ആയാലും വളരെ നല്ല ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് തിയേറ്ററുകളിൽ സൃഷ്ടിക്കാനായി ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകൾക്കും കഴിയുന്നുണ്ട്. അത് ഒരു വലിയ നല്ല പ്രവണത തന്നെയാണ്.